നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾ തുടരെ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ നമ്മിലുണ്ടാക്കുന്ന ആശങ്ക വലുതാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ പക്ഷികൾ വിമാനത്തിലിടിച്ചിട്ട് വിമാനം കത്തുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇറങ്ങാനെത്തിയ എത്തിഹാദ് വിമാനത്തിൻ്റെ മുൻഭാഗത്തെ ലാൻഡിംഗ് ഗിയറിൽ പരുന്ത് വന്നിടിച്ചിരുന്നു. ഇങ്ങനെ ഇറങ്ങാനെത്തിയ ഒമാൻ എയർവേസ് വിമാനത്തിൻ്റെ മുൻഭാഗത്തെ ലാൻഡിംഗ് ഗിയറിലാണ് വലിയൊരു പരുന്ത് ഇടിച്ചത്. ഇത്തരത്തിൽ പക്ഷി ഇടിച്ചുണ്ടായ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പക്ഷിയിടിയെ തുടർന്നുണ്ടായ വിമാന അപകടം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ആശങ്ക വീണ്ടും ശക്തമാകുന്നത്. ഇതിനിടയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ സാഹചര്യങ്ങളിലും വളരെയധികം ആശങ്ക കടുക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷിയിടി ഭീഷണി വലുതാണ്. വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഇത്തരത്തിൽ പക്ഷികൾ ഇവിടെ വർദ്ധിക്കാൻ കാരണം. ഇത് നേരിടാൻ കോർപ്പറേഷനും വിമാനത്താവള അധികൃതരും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പക്ഷികളെ പൂർണ്ണമായി തുരത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിൽ യാത്രക്കാരും പൈലറ്റുമാരും വിമാന ജീവന അധികൃതരുമൊക്കെ വളരെയധികം ആശങ്കയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പൈലറ്റുമാർ പല ഘട്ടങ്ങളും എയർ ട്രാഫിക് കൺട്രോൾ വഴി തങ്ങളുടെ പരാതി, ആശങ്ക ഒക്കെ വ്യക്തമാക്കിയതാണ്. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം നമ്മൾ അറിഞ്ഞതാണ്. വിമാനം തീപിടിച്ച് കത്തി 179 പേരുടെ ജീവൻ നഷ്ടമായത്. ഈ അപകടത്തിന്റെ കാരണം പക്ഷിയിടിയാണ് എന്ന ഒരു സംശയവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തും ഈ ഒരു ഭീഷണി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിനും പുറപ്പെടാൻ തയ്യാറായ വിമാനങ്ങളിലും പരുന്തും മൂങ്ങയും ഉൾപ്പെടെ പക്ഷികൾ ഇടിച്ചു കയറിയുണ്ടായ അപകടം, അതേ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 25 ഇറങ്ങാനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ഇടതുഭാഗത്തുള്ള എഞ്ചിനിൽ കൊക്ക് ഇടിച്ചു കയറിയിരുന്നു. എന്തായാലും അധികൃതർ അറിയിക്കുന്നത് ഈ പക്ഷിയിടി കുറവുണ്ട് എന്നാണ്. വിമാനത്താവളത്തിനുള്ളിലും വിമാനപാതയിലും എത്തുന്ന പക്ഷികളെ തുരത്തുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ടുണ്ട്. ബേർഡ് സ്കെയേഴ്സ് എന്ന ജീവനക്കാരെ ഇതിനായി നിയമിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പടക്കങ്ങൾ, റോക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഈ പക്ഷികളെ തുരത്തുന്ന രീതിയാണിത്. വിമാനം എത്തുന്നതിന് മുൻപ് റൺവേയിലും വിമാനപാതയിലും തുടർച്ചയായി ഇത്തരം വലിയ ശബ്ദാവൃത്തിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ച് പക്ഷികളെ തുരത്തുമെന്നും വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. അറവുശാലകളിൽ നിന്ന് വിമാനപാതയ്ക്കടുത്ത് മാംസാവശിഷ്ടങ്ങൾ കൊണ്ടിടുന്നതിന് നിയന്ത്രണം വന്നിട്ടുണ്ടെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഏജൻസികൾ വഴിയാണ് ഇത് നീക്കം ചെയ്യുന്നത്. പക്ഷേ വിമാനപാതയായ പരുത്തിക്കുഴിക്ക് സമീപം ഒഴിഞ്ഞ സ്ഥലത്ത് അറവ് മാലിന്യങ്ങൾ കൊണ്ടിടുന്നുണ്ട്. ഈ അറവ് മാലിന്യങ്ങൾ കാരണം ഉച്ചയ്ക്കും രാവിലെയും പരുന്തും, കാക്ക, കൊക്ക് അങ്ങനെ ഒരുപാട് പക്ഷിക്കൂട്ടങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുട്ടത്തറ പൊന്നറ പാലത്തിന് സമീപം വിമാനം ഇറങ്ങുന്ന മേഖലയിൽ രാവിലെ മീൻ വിൽപ്പനക്കാർ എത്തുന്നത് പക്ഷികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു എന്നതും ശ്രദ്ധേയം. എന്തായാലും ഈ നിലവിലെ ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? അറവുശാലകളുള്ള അവശിഷ്ടങ്ങൾ എത്തിച്ച് സംസ്കരിക്കുന്നതിന് മുട്ടത്തറയിൽ തുടങ്ങുന്ന മാംസാവശിഷ്ട സംസ്കരണശാല റെന്റിംഗ് പ്ലാൻ അത് പ്രവർത്തനക്ഷമമായാൽ ഈ പക്ഷിക്കൂട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. 3.5 കോടി രൂപ ഉപയോഗിച്ചാണ് മുട്ടത്തറയിൽ അദാനി കമ്പനിയുടെയും പ്ലാന്റ് നടത്തുന്ന കമ്പനിയുടെയും തുക ഉപയോഗിച്ച് പ്ലാന്റ് നിർമ്മിക്കുന്നത്. പ്ലാന്റ് നടത്തിപ്പിനുള്ള കമ്പനികൾക്കുള്ള ടെൻഡർ നടപടികൾ ജനുവരി 2ാം വാരത്തോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.